എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം അധ്യായം 51 ശ്ലോകം 57, 58, 59, 60, 61, 62, 63, 64, 65 9 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 9 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 51ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. മുചുകുന്ദന്റെ ഭക്തിയോടെയുള്ള സ്തുതി കേട്ടിട്ട് ഭഗവാൻ മുചുകുന്ദനെ അനുഗ്രഹിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 57. ന കാമയേന്യം തവ പാദസേവനാൽ അകിഞ്ചന പ്രാർത്ഥ്യതമാദ്വരം വിഭു ആരാധ്യകസ്ത്വാം ഹി അപവർക്കദം ഹരേ വൃണീതാര്യോ വരം ആത്മബന്ധനം. ഹേ ഭഗവൻ, അവിടത്തേക്ക് ചെയ്യാൻ സാധിക്കാത്തത് യാതൊന്നുമില്ല. എന്നാൽ ഭക്തനായ എൻ്റെ ഈ സംസാര ബന്ധത്തെ നശിപ്പിക്കാനുള്ള കാരുണ്യം മാത്രമേ എന്നിൽ പ്രകാശിപ്പിക്കേണ്ടതുള്ളൂ. ഈ വിഷയാശ ജനിപ്പിക്കാൻ സാമർഥ്യമുള്ള അങ്ങയുടെ ഈ മായ എന്നിൽ ഉപയോഗിക്കാതിരിക്കണമേ. അതാണ് എൻ്റെ പ്രാർത്ഥന. എന്തുകൊണ്ടെന്നാൽ സാരാസാരങ്ങൾ വേർതിരിച്ചറിഞ്ഞ ജ്ഞാനികള് നിന്തിരുവടിയുടെ പാദഭക്തി ഒന്നു മാത്രമേ പ്രാർത്ഥിക്കത്തക്കതായിട്ടുള്ളൂ എന്ന് തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ അതൊന്നു മാത്രമല്ലാതെ മറ്റൊന്നും ഞാൻ കാക്ഷിക്കുന്നില്ല ഭഗവാനെ. സംസാര സങ്കടങ്ങളെ നിശ്ശേഷം നശിപ്പിച്ച് പരമാനന്ദ സ്വരൂപമായ മോക്ഷം ഭക്തജനങ്ങൾക്ക് നൽകുന്ന മഹാപ്രഭുവായ നിന്തിരുവടിയെ സാക്ഷാത്കരിച്ച ഒരാള് വിവേകമുള്ളവനാണെങ്കിൽ വീണ്ടും ആത്മബന്ധത്തെ ഉണ്ടാക്കി തീർക്കുന്ന, ജനന മരണങ്ങൾക്ക് സംഗതി വരുത്തുന്ന വിഷയഭോഗസ്വരൂപമായ ഏതെങ്കിലും ഒരു വരം വരിക്കുമോ? ഒരിക്കലും അത് വരിക്കില്ല. അങ്ങനെ വരിക്കുന്നതായാൽ അവൻ വിവേകിയല്ല നിശ്ചയം. തസ്മാൽ വിസൃജ്യാശിഷ ഈശ സർവതോ രജസ്തമസത്വഗുണാനുബന്ധന നിരഞ്ജനം നിർഗുണമദ്വയം പരം ത്വാം ജ്ഞപ്തിമാത്രം പുരുഷം വ്രജാമ്യഹം. മറ്റുള്ള ആശകളെല്ലാം ദോഷസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് ഹേ ഈശ്വര, ഞാൻ എല്ലാ ആശകളും ഉപേക്ഷിച്ച് പരമപുരുഷനായ നിന്തിരുവടിയെ മാത്രം ശരണം പ്രാപിക്കുന്നു. അന്യമായ ഏതൊന്നിനെ ആഗ്രഹിച്ചാലും അതെല്ലാം ഗുണസംബന്ധിയായി തന്നെ ഇരിക്കും. ഐശ്വര്യാദികൾ വേണമെന്ന് ആഗ്രഹിച്ചാൽ രജോ ഗുണത്തിന്റെ ബാധയിൽ ഉൾപ്പെട്ടവനായി വന്നു നിശ്ചയം. തമസിന്റെ ശക്തിയിൽ കീഴടങ്ങിയവൻ ശത്രുമരണാദി രൂപങ്ങൾ വരിക്കും. സത്വഗുണത്തിന്റെ അഭിവൃദ്ധിയിലിരിക്കുന്നവനാണെങ്കിൽ ധർമാധികാര്യ ശ്രദ്ധ വരിക്കും. ഇതൊക്കെ ഗുണസംബന്ധികളായതുകൊണ്ട് എല്ലാം ബന്ധഹേതുക്കൾ തന്നെയാണ്. അതുകൊണ്ട് അവ യാതൊന്നും എനിക്ക് ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥന ഞാൻ ചെയ്യണില്ല ഭഗവാനെ. ഒന്നിനോടും ചേർച്ചയില്ലാതെ ഗുണത്രയത്തെയും കടന്ന് സജാതീയ വിജാതീയ സ്വഗത ഭേദശൂന്യനായി ജ്ഞാനസ്വരൂപനായിരിക്കുന്ന നിന്തിരുവടി ഏകനല്ലാതെ എനിക്ക് മറ്റൊരു യാതൊരു രക്ഷയുമില്ല. എന്നെ രക്ഷിക്കണം ഭഗവാനെ എന്ന് മാത്രം പ്രാർത്ഥിക്കണം. ഈ മുചുകുന്ദന്റെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ എന്നും ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മൾ ഓരോരുത്തർക്കും ഇത് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ചിരമിക വ്രജനാർത്ഥ തപ്യമാനോനുതാപൈ അവിദൃശ ഷഡമിത്രോ ലബ്ധശാന്തി കഥഞ്ചിത് ശരണദാ സമുപേദ തുൽപദാബ്ജം പരാത്മൻ അഭയമൃതമശോകം ഭാഗിമാപന്നമേശ. ഭഗവാൻ പറഞ്ഞല്ലോ, അന്ത്യകാലം വരെ രാജസുഖങ്ങൾ അനുഭവിച്ചോളൂ. പിന്നെ ഇനി വല്ല സുഖം സിദ്ധിക്കാനുണ്ടെങ്കിൽ അത് ആലോചിച്ചറിഞ്ഞ് വരിച്ചോളൂ എന്നൊക്കെയല്ലേ ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു മോഹിപ്പിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദകമലത്തിൽ വീണ് നമസ്കരിച്ച് രാജാവ് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഹേ പരമാനന്ദ സ്വരൂപനായ പരമാത്മാവേ, നിന്തിരുവടി എന്നെ ഈ വിധം മോഹിപ്പിക്കരുതേ. ബഹുവിധ കർമ്മഫലങ്ങൾ അനുഭവിച്ചും പിന്നെയും അനുഭവിപ്പിക്കണമെന്ന് തോന്നി വർദ്ധിച്ചു വരുന്ന വാസനകളാലും തന്നിമിത്തം അനുഭവിക്കേണ്ടി വരുന്ന
ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്നിങ്ങനെയുള്ള ദുഃഖങ്ങളാലും ഞാൻ എത്രയോ ജന്മങ്ങളായിട്ട് ക്ലേശം അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഭോഗങ്ങൾ എത്രത്തോളം അനുഭവിക്കുന്നുവോ പഞ്ചേന്ദ്രിയങ്ങൾക്കും അവയോട് ചേർന്നിരിക്കുന്ന മനസ്സിനും അത്രത്തോളം ആഗ്രഹം വർദ്ധിച്ചു വരുന്നതല്ലാതെ ലേശവും ശാന്തി ഉണ്ടാകുന്നില്ല. ഇപ്പോ നിന്ദുരുവടിയുടെ കാരുണ്യലേശത്താൽ ജനന മരണ ഭീതി തീർത്ത് പരമാനന്ദം നൽകുന്ന ഭഗവത്പാദ പങ്കജം കാണാനും അതിനെ ശരണം പ്രാപിക്കാനും സംഗതി വന്നു. ജനന മരണ ദുഃഖത്താൽ നന്നെ കുഴങ്ങിയിരിക്കുന്ന എൻ്റെ ആ ഭയത്തെ തീർത്ത് അസത്യമായ പ്രപഞ്ച സുഖത്തിൽ ആശ ജനിപ്പിക്കാതെ എന്നെ സംസാര സമുദ്രത്തിൽ നിന്ന് സംരക്ഷിക്കണമേ ഭഗവാൻ എന്ന് പറഞ്ഞത് ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കാണ് മുചുകുന്ദ രാജാവ്. ഭഗവാന് സന്തോഷായി. ശ്രീ ഭഗവാനുവാച സാർവഭൗമ മഹാരാജ മതിസ്തേ വിമലോർജിത വരേ പ്രലോഭിതസ്യാവി നകാമേർവിഹത യത. ഭഗവാൻ പറഞ്ഞു, സർവഭൂമിയും കീഴടക്കി പരിപാലിച്ചിരിക്കുന്ന ഹേ മഹാരാജാവേ, അങ്ങയുടെ ബുദ്ധി രാഗലോഭാദിമലങ്ങളുടെ ചേർച്ച ലേശവുമില്ലാതെ പ്രസന്നമായിരിക്കയാൽ പരമാർത്ഥ ദർശനത്തിൽ ഏറ്റവും സാമർഥ്യമുള്ളതായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ആഗ്രഹമുള്ള വരങ്ങൾ വരിക്കണമെന്ന് ഞാൻ പല പ്രാവശ്യവും നിർബന്ധിച്ചുവെങ്കിലും വിഷയഭോഗാഭിലാഷം അങ്ങയുടെ ബുദ്ധിയിൽ ലേശവും ഇല്ല എന്നതാ സ്പഷ്ടായിരിക്കണം. ഇപ്പൊ സർവജ്ഞനായ ഭഗവാൻ എന്തിനാ ഈ ബുദ്ധി നൈർമല്യത്തെ അറിഞ്ഞിട്ടും പിന്നെയും വരങ്ങൾ വരിക്കണമെന്ന് പറഞ്ഞത്, മോഹിപ്പിച്ചത്? അത് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി, നമ്മളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ. സർവഭോഗങ്ങളും അനുഭവിക്കാൻ ഉള്ള മാർഗമുണ്ട് അല്ലെ? അപ്പൊ ആ വക സുഖങ്ങളിൽ ആരുടെ ബുദ്ധി ലേശവും പ്രവേശിക്കാതിരിക്കുന്നുവോ അവർക്ക് മാത്രമേ ഭഗവത്പാദ ഭക്തി ഉറയ്ക്കുള്ളൂ എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് രാജാവിനെ പരീക്ഷിച്ചത്. അത് ലോകത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. പ്രലോഭിതോ വരേറിയത്വം അപ്രമാദായ വിദ്ധി തത് നധീർമയ്യേകഭക്താനാം ആശീഭിർഭിദ്യതേ ക്വചിൽ. അത് ഭഗവാൻ തന്നെ സ്പഷ്ടമായിട്ട് പറയുന്നു. അങ്ങയുടെ ബുദ്ധിയിൽ രാഗലോഭാദികളാവുന്ന ആ ചളിയുടെ സമ്പർക്കം ഒട്ടും ഇല്ലെന്ന് അറിഞ്ഞിരിക്കുന്ന ഞാൻ വരങ്ങൾ വരിക്കണം എന്ന് നിർബന്ധിച്ച് വഞ്ചിക്കാൻ ശ്രമിച്ചത് എൻ്റെ ഭക്തന്മാരായ മറ്റുള്ളവരെ ഈ തത്വം നന്നായിട്ട് ധരിച്ച് അവരുടെ ബുദ്ധി ചാഞ്ചല്യം അശേഷം നശിപ്പിച്ച് സ്ഥിരചിത്തരായിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് ധരിച്ചോളൂ. എന്നിൽ നിഷ്കളങ്കമായ ഭക്തിയുള്ളവരുടെ ബുദ്ധിയിൽ വിഷയസുഖാശകൾ പ്രവേശിക്കുകയില്ല, നിശ്ചയം. അത് മനസ്സിലാക്കിക്കോളൂ എന്ന് പറയുന്നു. ആരുടെ മനസ്സിൽ ഭോഗാശ കുറച്ചെങ്കിലും സ്ഫുരിക്കുന്നുണ്ടോ അവർക്ക് എന്നിൽ ഏകാന്ത ഭക്തി ഉറച്ചിട്ടില്ല എന്ന് ധരിക്കണം. ഭക്തിയുടെ വർധന അനുസരിച്ച് വിഷയഭോഗാശകൾ കുറഞ്ഞു വരും. ഭക്തി കുറച്ചാൽ പിന്നെ വിഷയാശ തീരെ നശിക്കും അല്ലെ? ഇത് തന്നെയാണ് മുഖ്യമായ ഭാഗവത ധർമ്മം. യുഞ്ജാനാനാം അഭക്താനാം പ്രാണായാമാദിഭിർമന അക്ഷീണവാസനം രാജൻ ദൃശ്യതേ പുനരുത്ഥിതം. ഭക്തിയോഗം കൊണ്ട് മാത്രമേ മനസ്സിലുള്ള വിഷയവാസന നിശേഷം നശിക്കുള്ളൂ എന്നതാ ഭഗവാൻ തന്നെ ഉറപ്പിച്ചു പറയണം. ഹേ രാജാവേ, ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ വിഷയവാസന നശിക്കുള്ളൂ. പ്രാണായാമം, പ്രത്യാഹാരം മുതലായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ കൊണ്ട് മനസ്സിനെ പിടിച്ചുകെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അഭക്തന്മാരുടെ മനസ്സിൽ ചിലപ്പോൾ വിഷയാഭിലാഷമില്ലാതെ ഇരുന്നാലും വാസന തീരെ നശിക്കണില്ല. അതുകൊണ്ട് വീണ്ടും അവരുടെ മനസ്സ് വിഷയസുഖാനുഭവം ആഗ്രഹിക്കുന്നതായി കാണുന്നുണ്ട്. ഭക്തിക്ക് മാത്രമേ മനസ്സിനെ പരിശുദ്ധമാക്കി പുനർജന്മ ബീജമായ വാസനയെ വേരോടെ നശിപ്പിക്കാൻ ശക്തിയുള്ളൂ എന്ന് ധരിച്ചോളൂ എന്ന് പറയാണ് ഭഗവാൻ. ഇതൊക്കെ നമുക്കുള്ള ഉപദേശം തന്നെയാണ്. വിചരസ്വമഹീം കാമം മയ്യാവേശിതമാനസ അസ്ത്വേവ നിത്യതാതുഭ്യം ഭക്തിർമയ്യനപായിനി. എന്നിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഇഷ്ടം പോലെ ഭൂമിയിൽ സഞ്ചരിച്ചോളൂ. നാശരഹിതമായ പരമപദവിയെ നൽകുന്നതായ എന്നിലുള്ള ഈ പരമഭക്തിക്ക് യാതൊരു ഇളക്കവും വരാതിരിക്കാനായി ഞാൻ അനുഗ്രഹിക്കുന്നു. അങ്ങനെ അനുഗ്രഹിച്ചു കൊടുത്തു മുചുകുന്ദ. എന്തൊരു ഭാഗ്യല്ലേ ആ മുചുകുന്ദ രാജാവിന്റെ. ക്ഷാത്രധർമ്മസ്ഥിതോ ജന്തുൻ ന്യവധീർമൃഗയാദിഭി സമാഹിതസ്തവസാ
ജഹ്യഖം മധുപാശ്രിത. ഹേ രാജാവേ, അങ്ങ് രാജ്യപരിപാലന രൂപമായ ക്ഷത്രിയന്റെ ധർമ്മം നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് രാജ്യക്ഷേമത്തിന് ഉപയോഗമില്ലാത്തതും വിനോദത്തിന് വേണ്ടി മാത്രം നടത്തിയതുമായ നായാട്ട് മുതലായ കളികളാൽ അനേകം ജീവികളെ ഹനിച്ചിട്ടുണ്ട്. ആ പാപം തപസ്സുകൊണ്ട് തീർത്തോളൂ. ആ തപസ് ഏതുവിധം ഇരിക്കണമെന്നാൽ സർവേശ്വരനായ എന്നെ സർവാത്മന ആശ്രയിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ജയിച്ച് കാണപ്പെടുന്ന സകലവും എന്റെ സ്വരൂപം എന്നുറച്ച് അവയെല്ലാം ആരാധിക്കുന്നതായിരിക്കണം. ഇങ്ങനെയുള്ള ആചാരത്താൽ പ്രാണിഹിംസാരൂപമായ പാപം നശിക്കും എന്ന് കൂടി ഭഗവാൻ പറഞ്ഞു. ജന്മന്യനന്തരേ രാജൻ സർവഭൂത സുഹൃത്തമ ഭൂത്വാദിജവരസ്ത്വം വൈ മാമുപേക്ഷ്യസി കേവലം. അതുകൊണ്ട് ഹേ രാജാവേ, ഈ ദേഹനാശാനന്തരം അങ്ങയുടെ പുണ്യകർമാനുസരണമായ പരലോക സുഖം അനുഭവിച്ച ശേഷം ഒരു ജന്മം കൂടി അങ്ങയ്ക്കുണ്ടാവും. അപ്പോ അങ്ങയ്ക്ക് ബ്രാഹ്മണത്വം സിദ്ധിക്കും. പ്രാണിഹിംസാദി ക്രൂര വ്യാപാരങ്ങളിൽ വാസനയില്ലാതെ വരും. സർവപ്രാണികളും ആത്മസദൃശങ്ങളാണെന്നുള്ള വിചാരം ഉറയ്ക്കും. എല്ലാവർക്കും അങ്ങ് ഉത്തമ ബന്ധുവായി ഭവിക്കും. അതുതന്നെയാകുന്നു ഉത്കൃഷ്ടനായ ബ്രാഹ്മണന്റെ ധർമ്മം. ആ ജന്മത്തിൽ പ്രകൃതിയിൽ നിന്നും അതിക്രമിച്ചിരിക്കുന്ന പരമപുരുഷനായ എന്നെ അങ്ങ് പ്രാപിക്കും. ഇതിൽ നിന്ന് മുക്തി സുലഭമല്ല. ബ്രാഹ്മണധർമ്മം ഇന്നതാണ് എന്നുള്ള തത്വം നന്നായി ധരിക്കേണ്ടതാകുന്നു. ഇത് ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ മുചുകുന്ദസ്തുതിർനാമ ഏകപഞ്ചാശത്തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 51-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി ഭയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.